ആൾക്കൂട്ട ആക്രമണത്തിൽ മലയാളിയായ മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവ് കൊല്ലപ്പെട്ടു. സാന്ദീപനി കുന്നിലെ മുച്ചിക്കാടൻ കുഞ്ഞായിയുടെ മകൻ അഷ്റഫ് 36 വയസ്സാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 36 വയസ്സാണ്. 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് കല്ലുട്ടിയിലെ ഗ്രൗണ്ടിന് സമീപമാണ് ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതാണ് വാക്കേറ്റത്തിനും കൊലപാതകത്തിനും കാരണമെന്ന് പ്രചാരണമുണ്ടെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മനോരമയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങളും മറ്റും 19 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് കടുപ്പു സ്വദേശികളായ സച്ചിൻ 26 വയസ്സ്, ദീക്ഷിത് 32 വയസ്സ്, മഞ്ജുനാഥ 32 വയസ്സ് അടക്കമുള്ള പലരെയും അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 25 ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ഫോട്ടോയും മറ്റും കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നറിയാം. ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ, മാനസികാസ്വാസ്ഥ്യമുള്ള മുസ്ലിമിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. 20 ഹിന്ദുക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഒരു മുസ്ലിമിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, 20 ഹിന്ദുക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഇതാണ് ഈ കപട ദേശീയത ചെയ്യുന്നത്. കപട ദേശീയത എന്ന് പറഞ്ഞാൽ കപട മതേതരവാദം പോലെയാണ്. എന്താണ് കപട മതേതരവാദം? ഞാൻ പലപ്പോഴും ഇത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിമാണ് എന്ന് മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുള്ള കാര്യം വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര മതേതരവാദികളും ഒക്കെ വന്ന് എന്നെ ചീത്ത വിളിക്കാറുണ്ട്. അങ്ങനെയല്ല. ഞാൻ പറയും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഹാത്മാഗാന്ധി എഴുതി വെച്ച കാര്യമല്ലേ, ഈ കളറിന് നിറം കൊടുത്ത രാഷ്ട്രപിതാവ് എഴുതി വെച്ച കാര്യമല്ലേ. അപ്പൊ ഈ കപട മതേതരവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ മതവും കാര്യങ്ങളും ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ മതേതരവാദം അല്ലെങ്കിൽ ദേശീയത എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. കപട ദേശീയവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയെ ദേശീയവാദത്തിന്റെ മുഖംമൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. കപട മതേതരവാദം എന്ന് പറഞ്ഞാൽ മതനിരാസത്തെ, മതങ്ങളെ നിഷേധിക്കുന്നതിനെ ഒരു മതേതരത്വത്തിന്റെ മുഖംമൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മരിച്ചുപോയവർക്ക് ആദ്യം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ അഷ്റഫ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ 20 ഹിന്ദുക്കൾ, സച്ചിൻ അടക്കമുള്ള 20 ഹിന്ദുക്കൾ, ആലോചിച്ച് നോക്കുക, യങ്സ്റ്റേഴ്സാണ്. അവരുടെ ജീവിതവും പോയില്ലേ. ഇനിയും കോടതി കയറി ഇറങ്ങുകയാണ്. 10-15 വർഷം അല്ലെങ്കിൽ 12 വർഷം ജയിലിൽ കിട്ടും. ഇവർക്കെല്ലാം കൂടെയുള്ള ആൾക്കൂട്ട കൊലപാതകമായതുകൊണ്ട് കോൺസ്പിറസി അടക്കമുള്ള വകുപ്പിൽ എല്ലാവർക്കും വലിയ ശിക്ഷ കിട്ടും. അവരുടെ ജീവിതം പോയി. അവർക്ക് ഭാവിയിൽ ജോലി ഉണ്ടാവില്ല, അവർക്ക് കല്യാണം ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ല, 20 കുടുംബങ്ങൾ അനാഥമാകും. അവർക്ക് അത്രയും പോയി. എന്തുകൊണ്ടാണ്? ഇനി 2, ഇത് ന്യൂസ് 18 വളരെ വിശാലമായി തന്നെ കവർ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പറയുന്ന അവരാണ് ആദ്യമായിട്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്തതെന്നാണ്. മംഗലൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. മംഗളൂരുവിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായത് മലയാളി എന്ന സ്ഥിരീകരണം. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആണ് കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടെ സംഭവമായ ആദ്യമാണ്. ഇപ്പം 15-20 പേരെന്തോ പോയി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. അതിനു മുൻപ് ഈ അഷ്റഫിന്റെ ബന്ധുക്കളുടെ വാക്കുകളിലേക്ക്. ഡൗട്ടില്ല, അവരെ ബോഡിയിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ ഉണ്ട്. ആ ഫ്രാക്ചറൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ട് ആയിട്ടുണ്ടോ, അതല്ല പിന്നെ ഹൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഫാമിലി എത്തിക്കാം. റിപ്പോർട്ടറുണ്ട് ശരത്. ഈ ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടെ, അതായത് പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിയാണ്. അവിടെ അഷ്റഫ് എത്തുകയും ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടയിൽ ശരത് എന്ന് പറയുന്ന പ്രദേശവാസിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ഈ ശരത്താണ് ഉച്ചത്തിൽ ഇയാൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നതും പിന്നീട് ആ ജനക്കൂട്ടം ഒന്നടങ്കം ഇയാളെ ആക്രമിക്കുകയായിരുന്നു, അഷ്റഫിനെ ആക്രമിക്കുകയായിരുന്നു. അത് ക്രിക്കറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, കള്ളമായിരിക്കില്ലേ? അതായത് ശരത്തും ഈ അഷ്റഫും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതിന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉണ്ടാകുന്നത് എന്തിനാണ്? അവിടെ 2 ക്രിക്കറ്റ് ടീം കളിക്കുന്നതിന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉണ്ടാകുന്നത് എന്തിനാണ്? അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, ദേഷ്യമായി, അവനെ അടിക്കാൻ വേണ്ടി കൂടെ ഉള്ളവർ കണ്ടോടാ ഇവൻ പാകിസ്ഥാൻ ചെയ്യുന്ന മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുക. ഇനി 2, അങ്ങനെ നമുക്ക് ഒരു നിമിഷത്തേക്ക് അസ്യൂം ചെയ്യാം ഇയാൾക്ക് മാനസികാരോഗ്യമില്ല, ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസിനെ വിളിക്കുക, ജയിലിലടയ്ക്കുക. ഇതല്ലേ വേണ്ടത്? നേരെ പോലീസിനെ വിളിച്ച് ഇയാൾ പ്രകോപനം ഉണ്ടാക്കാൻ നോക്കി 153-ഓ 295-ഓ ഒക്കെ ഇട്ട് ഇയാളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോവുക. എത്രയോ നാൾ ഇയാൾ ജയിലിൽ കിടക്കും. അപ്പം ഇതൊന്നുമല്ല പ്രശ്നം. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഈ കപട ദേശീയവാദമാണ്. ഇവരൊന്നും രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് കപട ദേശീയതയാണ്, സ്യൂഡോ നാഷണലിസമാണ്. യഥാർത്ഥ രാജ്യസ്നേഹമല്ല. യഥാർത്ഥ രാജ്യസ്നേഹം രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും ചേർത്ത് പിടിക്കലാണ്. അഷ്റഫും ഇതിൽ പറയുന്ന പോലെ ഒരു ശരത്തും തമ്മിൽ തർക്കം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? കൂടുള്ള ഈ അഷ്റഫിനെ അടിക്കാൻ വേണ്ടി ശരത്ത് ബാക്കിയുള്ളവരോട് എണീച്ചു പറഞ്ഞു, പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ വിളിച്ചെങ്കിൽ പോലീസിനെ ഏൽപ്പിച്ചാൽ പോരെ? മാനസിക പ്രശ്നങ്ങളില്ല
എന്ന് തന്നെ ഇരിക്കട്ടെ, ഉണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്, ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, പോലീസിനെ ഏൽപ്പിച്ചാൽ തീർന്നില്ലേ, അവൻ എത്രയോ കാലം ജയിലിൽ കിടക്കും. അപ്പോൾ അതൊന്നുമല്ല, ഈ കപട ദേശീയതയാണ് ഇതിന്റെ പ്രശ്നം, വ്യാജ ദേശീയതയാണ്. ഇങ്ങനെ ഒരു ദേശീയത ഇല്ല. മഹാത്മാഗാന്ധിയോ രവീന്ദ്രനാഥ് ടാഗോറോ സുഭാഷ് ചന്ദ്രബോസോ ആരെങ്കിലും അങ്ങനെ വേറൊരാൾ പാകിസ്ഥാന് ജയ് വിളിച്ചു എന്ന് പറഞ്ഞ് അവരെ കൊല്ലൂ? ചിലപ്പോൾ എതിർക്കുമായിരിക്കും, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാന്ന് പറയും. ഈ കപട ദേശീയത തന്നെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാൾ 6 പേരെ ബോംബ് വെച്ചു കൊന്നു. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിയാണ്. 6 പേരെ ബോംബ് വെച്ചു കൊണ്ടു. അയാളുടെ സഭ ദേശീയതയെ നകലുകയാണ് എന്ന് പറഞ്ഞ് 2ഓ 3ഓ വയസ്സുള്ള ഒരു കുട്ടിയടക്കം ബോംബ് വെച്ച് ഇയാൾ കൊല്ലുകയാണ്. എന്ത് തരം ഭ്രാന്താണ്? ഇതിന് ദേശീയതയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് സ്യൂഡോ നാഷണലിസമാണ്. ഇത് രാജ്യസ്നേഹമല്ല, കപട രാജ്യസ്നേഹമാണ്. കപട മതേതരത്വം പോലെ കപട രാജ്യസ്നേഹമുണ്ട്, വ്യാജ മതേതരത്വം പോലെ വ്യാജ ദേശീയതയുണ്ട്. നമുക്ക് വേണ്ടത് ജനുവിൻ മതസൗഹാർദ്ദവും ജനുവിൻ രാജ്യസ്നേഹവുമാണ്. ജനുവിൻ മതസൗഹാർദ്ദം, മാനവ സൗഹാർദ്ദം, ബഹുസ്വരത, മതേതരത്വം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അതായത് സ്വത്വത്തിന്റെ ഐഡന്റിറ്റിയുടെ ബേസിൽ ആൾക്കാർ തമ്മിൽ വിരോധമില്ലാതിരിക്കുക. അതോടൊപ്പം എൻ്റെ രാജ്യമാണ്, ഞാൻ വളർന്ന മണ്ണാണ്, നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ്, അതിനോട് സ്നേഹം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. ഇതിന് ഇനി 2 ഈ പറയുന്ന ഇതിലെ തീവ്ര ഹിന്ദുത്വവാദികളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്തിടും. അവരാരെങ്കിലും ഒരിക്കലെങ്കിലും ഈ സച്ചിനും ബാക്കിയുള്ളവരും ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അടുത്തൊരു 10 വർഷം അവരുടെ ജീവിതത്തിലേ പോയില്ലേ? ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? അടുത്ത ഈ എന്തായാലും കൊലപാതകം നടന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? ഇവർക്ക് ഇനി പാകിസ്ഥാൻ മുദ്രാവാക്യം അനുകൂലമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? തൂക്കുകയറൊന്നും കിട്ടില്ലായിരിക്കും. ആൾക്കൂട്ട കൊലപാതകം ആയതുകൊണ്ട് റയറസ്റ്റ് ഓഫ് റയർ ആയിട്ട് വരില്ലായിരിക്കും. 10 വർഷമോ 12 വർഷമോ 14 വർഷമോ ഒരു ജയിലിൽ കിടക്കും. അവരുടെ ജീവിതം പോയി. അവർക്ക് കല്യാണം ഉണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല. അവരുടെ അച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ മക്കൾ നോക്കാനില്ലാതെ മരിക്കും. അവരുടെ കുടുംബത്തിന് ദാരിദ്ര്യമാവും. മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ശമ്പളം കിട്ടില്ല. എന്തിനാണ്? വെറും കപട ദേശീയത. അതല്ല സുഹൃത്തുക്കളെ ദേശീയത. ദേശീയത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുക, അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, കൂടുള്ള സമൂഹത്തെ സ്നേഹിക്കുക, കൂടുള്ള മനുഷ്യരെ സ്നേഹിക്കുക. അതാണ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും വിഭാവനം ചെയ്യുന്ന ഒരു ആശയമല്ല. ഈ കപട ദേശീയതയാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. മഹാത്മാഗാന്ധിയെ കാട്ടി വലിയ ദേശീയവാദി ഒന്നുമില്ലല്ലോ ഗോഡ്സെ. ഈ നാടിന്റെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അപ്പോ യഥാർത്ഥത്തിൽ ആലോചിക്കുക, ഇത്തരം മാനസിക വൈകല്യങ്ങൾ ഒരു പ്രശ്നമാണ്. ആ മാനസിക വൈകല്യങ്ങളിൽ പെട്ടുപോകരുത്. സ്യൂഡോ നാഷണലിസവും സ്യൂഡോ സെക്കുലറിസവും രണ്ടിലും പെട്ടുപോകരുത്. ജനുവിൻ രാജ്യസ്നേഹം വേണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇന്ത്യയുടെ കൊടിയിടുന്നത്. കാര്യം നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. നമ്മുടെ മതസൗഹാർദ്ദം രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ്. രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക. എന്നാലും അഷ്റഫിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മരിച്ച അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. സച്ചിനടക്കം 20 ഹിന്ദുക്കളുടെ ജീവിതവും നശിച്ചു. ഇതിനെ ഒരു തീവ്ര ഹിന്ദുത്വവാദി ഒരിക്കൽ പോലും ചിന്തിക്കില്ല. സച്ചിന് വേണ്ടി ഒരു കാര്യം പോലും പറയില്ല. കാര്യം അവർക്കതൊരു പ്രശ്നമല്ല. അവർക്ക് ഉന്മാദം, ഒരുതരം ആഘോഷം, മറ്റാരെങ്കിലും കൊന്നു എന്ന സന്തോഷം കിട്ടുക, ഇത് മാത്രമേ ഉള്ളൂ. ഈ സച്ചിന്റെ അടക്കം കുടുംബത്തിലേക്ക് ഇനി ആരും ഒന്ന് തിരിഞ്ഞു നോക്കുപോലുമില്ല. അവരുടെ അച്ഛനമ്മമാർ പ്രായമായി, മക്കളില്ലാതെ, ആരും നോക്കാനില്ലാതെ അവിടെ കിടന്ന് മരിച്ചാൽ പോലും ഇവർക്ക് ആർക്കും മൈൻഡ് പോലും ഉണ്ടാവില്ല. കാര്യം അവർക്ക് സച്ചിനോടുള്ള ഇഷ്ടമോ ആ ഹിന്ദുക്കളോടുള്ള ഇഷ്ടമോ അല്ല, മുസ്ലിമിനോടുള്ള വിരോധമാണ് മനസ്സിൽ. നമ്മുടെ നാടിന് ആ രീതിയിൽ ഭ്രാന്ത് പിടിക്കാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഐക്യവും ഒരുമയും ഉണ്ടാകട്ടെ. ഇനി ഏതെങ്കിലും തെറ്റ് നിങ്ങൾ ഇതേപോലെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് പാകിസ്ഥാന് ജയ് വിളിച്ചു എന്ന് പറയുന്ന തെറ്റ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പോലീസിന് അറിയിക്കണം. പോലീസുകാർ ശക്തമായ നടപടി എടുത്തോളും. ഒരു വർഷം പോലെ ശക്തമായ നടപടി എടുക്കും. അവിടെയാണ് നമ്മുടെ ശ്രീ രവിശങ്കർജി എന്ന ലോകാരാധ്യനായ ഇന്ത്യൻ സ്പിരിച്വൽ ഗുരു. അദ്ദേഹം ഹിന്ദുവാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരനാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണം. इसलिए पाकिस्तान और हिंदुस्तान और सभी देशों के वास्ते हम ये बात याद रखें, हम सब मानव हैं. നമ്മളെല്ലാം മനുഷ്യരാണ്. इस दुनिया के हम सब एक अंग है. നമ്മൾ ലോകത്തിന്റെ അംഗങ്ങളാണ്. ദൈവത്തിന്റെ, ദൈവം, ഈശ്വർ, അള്ളാഹ്, കർത്താവ്. इस तरह से प्यार और मोहब्बत, പരസ്പര സ്നേഹത്തോടെ जहाँ पे जो भी हो, हम प्यार और मोहब्बत का मजहबी लोग, रहनुमा लोग उसको बढ़ाते जाएंगे, फैलाते जाएंगे. बहुत बहुत शुक्रिया. पाकिस्तान, हिंदुस्तान सब मैत्रीपूर्ण आगे बढ़े. जय हिंद और पाकिस्तान जिंदाबाद. साथ साथ चले. जिंदाबाद. जय हिंद. പാകിസ്ഥാൻ സിന്ദാബാദും ജയ് ഹിന്ദും, പാകിസ്ഥാൻ സിന്ദാബാദും ഹിന്ദുസ്ഥാൻ സിന്ദാബാദും ഒരുമിച്ച് നിൽക്കട്ടെ.
തീവ്രവാദത്തെ നമുക്ക് ഒരുമിച്ച് എതിർക്കാം. ഈ നാട്ടിലെ ആൾക്കാരെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഒരു തല്ലിക്കൊല്ലാതിരിക്കാം. അത് അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ദുഃഖമാകും. മരിച്ചവർക്ക് പ്രണാമം. 20 ജീവിതം നഷ്ടപ്പെട്ടവർക്ക് ഈ ഭ്രാന്ത് മാറി, ലഹരി പോലെ ഈ കപട ദേശീയത എന്ന ലഹരി മാറി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ജയ് ഹിന്ദ്.